ഹലോ ഫ്രണ്ട്സ്, വള്ളുവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വേറെ എങ്ങോട്ടല്ല കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ തിമിരത്തിൻ്റെ കണ്ണ് ഓപ്പറേഷനാണ്. അപ്പോൾ അവർ 8 മണിയാകുമ്പോഴേക്കും വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെ മുത്തുമണീസിനൊന്നും സ്കൂളില്ല. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് വേറെ എവിടെ അവർ ഇരിക്കില്ല. അമ്മയ്ക്കുണ്ടെങ്കിലേ ഇരിക്കുള്ളൂ. അത് കാരണം നമുക്ക് അവരെ കൂടാതെ പറ്റൂല. അപ്പോൾ ഹൈവേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏട്ടാ ആദ്യം കാശിക്കുട്ടനെ അമ്മേനെയും കൊണ്ടാക്കാൻ പോയിട്ടോ. അതിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോയി. തലേ ദിവസം തന്നെ അവർ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ 8 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മുത്തുമണീസിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ നീപ്പിച്ചു. കാശിക്കുട്ടനാണെന്ന് വണ്ടിയിൽ പോകുമ്പോൾ തണുപ്പേ എന്ന് പറയണ്ടാവണ്ട. അമ്മേനെ ചൂളി പിടിച്ചിരിക്കട്ടെ നമ്മുടെ കൂടെ. അപ്പോൾ ഏട്ടനും ഞാൻ ഇരിക്കുന്നുണ്ട്. കണ്ണനാണ് കേട്ടോ ക്യാമറാമാൻ. കണ്ണൻ പറഞ്ഞു ഇതിന് ശേഷം എന്നെ ഒറ്റയ്ക്ക് എടുക്ക്, എന്നെ റോഡൊക്കെ കാണിക്കണം, എന്നെ എടുക്കണമെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഏട്ടാ അവനെ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. കണ്ണൻ്റെ ചിരി കണ്ടോ, അതിൽ എന്തൊക്കെ ഒരു കള്ളത്തരല്ലേ. കുറച്ച് നേരം നമ്മളവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബസ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ കാശിക്കുട്ടൻ പതിവ് പോലെ തുടങ്ങി ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ്റെ മടിയിൽ കിടക്കുകയാണ് കേട്ടോ. അവൻ കാറ്റടിച്ച് അവൻ അപ്പം ഛർദ്ദി തുടങ്ങും. അപ്പോൾ ഏട്ടൻ്റെ മടിയിൽ ഇരിക്കുകയാണ് അവൻ. അപ്പോൾ ഏട്ടനും അച്ഛനും കൂടി മകനും കൂടി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മൾ ഒറ്റപ്പാലം എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു ബസ്സും കൂടി കയറി പോകണം കേട്ടോ. തോട്ടക്കരയാണ് നമുക്ക് കണ്ണ് ഓപ്പറേഷൻ. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചായിരുന്നു. നമ്മളെ മുത്തുമണിച്ച് ചായ എന്നൊക്കെ പറയണുണ്ട്. കാശിക്കുട്ടനാണെന്ന് വയറൊക്കെ ഇങ്ങനെ ബസ്സിൽ നിന്നിട്ട് വളയ്ക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ ആയതുകൊണ്ട് അതുകൊണ്ട് ഒറ്റപ്പാലത്ത് ഒട്ടും തിരക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി. നമ്മൾ സ്ഥിരം ഹോട്ടലാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചായ കുടിക്കാതെ നമ്മൾ പോവില്ല. അപ്പോൾ എന്നത്തെയും പോയി നമ്മൾ ആ ഹോട്ടലിൽ തന്നെ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കഴിക്കണ്ട. അമ്മോട് പ്രത്യേകം പറഞ്ഞായിരുന്നു ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് ഡോക്ടർ നേരത്തെ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഏട്ടൻ തൊട്ടപ്പുറത്തായിട്ട് ഇരിക്കുന്നത്. ഏട്ടനിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഏട്ടൻ ഫുഡൊന്നും മേടിച്ചില്ല കേട്ടോ. ഏട്ടൻ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഞങ്ങളാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടേക്കുള്ള ബസ്സിൽ കയറി. ചെർപ്പളശ്ശേരി റൂട്ടിൽ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ അമ്മ ഫ്രണ്ടത്തെ സീറ്റിൽ, ഞാൻ ബാക്കത്തെ സീറ്റിലിരിക്കുന്നത്. കണ്ണനും ഏട്ടനും കാശിക്കുട്ടനും തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി നേരെ തോട്ടക്കര പോയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളവിടെ നടന്ന് പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ആശുപത്രിക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പം റോഡൊക്കെ ക്രോസ് ചെയ്ത് നടന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിട്ടോ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലുള്ള ഐക്കെയർ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ തിമിരത്തിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് ക്യാമ്പ് വഴിയാണ് കേട്ടോ. നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടല്ല, ഇത് ഫ്രീ ആണ് കേട്ടോ. ക്യാമ്പ് വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ എത്താറായിട്ടോ. അപ്പോൾ കാശിക്കുട്ടന് സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതെന്താണ് ചെയ്യണത്, ഇത് കണ്ണ് കാണുമോ, കണ്ണ് കീറുമോ, ഇങ്ങനെ ഓരോന്ന്. അവൻ ചെറുതല്ലേ, അവൻ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ണന് പിന്നെ അതൊന്നും ചോദിച്ചില്ല. കാശിക്കുട്ടനാണ് ആകെ സംശയം. അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് അങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയി കേട്ടോ. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു നേരെ കയറിക്കോളാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അമ്മ വേഗം നമ്മൾ പോയില്ല കേട്ടോ. ആദ്യം ഫസ്റ്റ് അമ്മേനെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നില്ല, ഞാനാണ് അമ്മയുടെ കൂടെ പോയത്. അപ്പോൾ അച്ഛനും മക്കളും പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിറയെ ആമണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും കൂടി അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും സമയം കൊണ്ട് മറ്റേക്ക് കുറച്ച് കഴിഞ്ഞതും അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഓടലും ചാടലും കളിയൊക്കെ തുടങ്ങി. നമ്മൾ പോയ സമയത്ത് തിരക്കില്ലായിരുന്നു. അവരിവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. നമ്മൾ പോയ സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ മക്കളെ പിടിച്ച് അവിടെ ഇരുത്തിയേക്കാണ് രണ്ടുപേരെ കേട്ടോ. നല്ല ഓടിക്കളിക്കണം അതിനെ. ഞാൻ നമ്മുടെ കൂടെ ഉള്ളിലാണ് കേട്ടോ. അച്ഛനും മക്കളും പുറത്താണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മേനെ പുറത്തേക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ അമ്മയെ കാണാൻ വന്നായിരുന്നു. അമ്മയെ കണ്ടുവന്നതിന് സങ്കടമാണ് കേട്ടോ കണ്ണനെ അമ്മയെ കണ്ടത് നല്ല സങ്കടമായി. അപ്പോൾ കരയുകയാണ് കേട്ടോ. കരയുമ്പോൾ അച്ഛൻ മകനെ പറഞ്ഞ് ചിരിപ്പിക്കുകയാണ്. നല്ല കണ്ണിലൊക്കെ സങ്കടം വന്നായിരുന്നു കേട്ടോ. അച്ഛമ്മയും മക്കളും പറഞ്ഞാൽ അത്ര ബോണ്ടാണ്. അതുകൊണ്ടായിരിക്കണം മക്കൾക്ക് ഇത്രയും വേഗം സങ്കടം വന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ മേടിച്ചു കൊടുത്തോളം പറഞ്ഞു കേട്ടോ. അപ്പോൾ ചായ ഒരു കടിയും മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മ കടിയൊന്നും കഴിച്ചില്ല കേട്ടോ. അത് കാശിക്കുട്ടന് കൊടുത്തു. ചായയൊക്കെ കഴിച്ചു. അപ്പോൾ അത് പുറത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ അമ്മേനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ചായ പിടിക്കാൻ വന്നിട്ട് നമ്മൾ ഒരു
ജസ്റ്റ് ഒരു ചായ കുടിച്ചൊരു കടിയും കഴിച്ചു. അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. മക്കൾ ചായ തൊട്ടടുത്തൊരു ചായക്കട ഉള്ള കാരണം മിഠായി ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തു. കുറച്ച് നേരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതും നമുക്ക് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വന്ന് നമ്മുടെ അടുത്തിരിക്കും. ഞാൻ നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഇവർ പുറത്തായിരുന്നു. ഇവർ ഭയങ്കര ബഹളമാണ് മക്കൾ. അപ്പോൾ നമ്മൾ പുറത്തിരിക്കുകയായിരുന്നു ഇവരെയും കൊണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്നു. നമ്മൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പൊക്കോളാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞതും അവർ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ വരാനാണ് കേട്ടോ പറഞ്ഞത്. നാളെ രാവിലെ 8:30 ആകുമ്പോഴേക്കും വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പം ഡ്രസ്സൊക്കെ മാറി നമ്മൾ സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. തല ചുറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു ബസ്സിലൊന്നും പോകണ്ട, ഓട്ടോ എന്തെങ്കിലും വിളിച്ച് പോയാൽ മതി. അപ്പോൾ ഏട്ടാ ഓട്ടോ ഒക്കെ വിളിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു.